ക്രൂസ് കൺട്രോളൊന്നും നമ്മൾ ഈ സെഗ്മെൻറ്റിലുള്ള അധികം വാഹനങ്ങൾ കണ്ടിട്ടില്ല. 2021 മോഡൽ എക്സെറ്റ് എന്നാണ് വേരിയൻ്റ്. അത് ബലേനോ പോലെ അല്ലെങ്കിൽ i20, ജാസ്, ഹോണ്ടൻ്റെ ജാസ് ആ സെഗ്മെൻറ്റിൽ ടാറ്റ പുറത്തിറക്കിയ വാഹനമാണ്. ഗ്ലോബൽ എൻക്യാപ്പിൽ 5 സ്റ്റാർ റേറ്റിംഗ് ഉണ്ട്. ബേസിക്കലി നമ്മൾ ന്യൂ കാർ അല്ല, ഇത് യൂസ്ഡ് കാറാണ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കാർ ട്രാക്ക്. നമ്മൾ വീഡിയോ ഒക്കെ കണ്ടിട്ട് പല കസ്റ്റമേഴ്സും നമ്മളോട് ചോദിക്കാറുണ്ട്, നമ്മൾ ചെയ്യുന്ന വീഡിയോയിൽ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ, പ്രത്യേകിച്ച് പ്രവാസികളൊക്കെ. അപ്പോൾ വണ്ടിൻ്റെ ത്രൂ ഔട്ട് ഡീറ്റെയിൽസ്, ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് വീഡിയോ ചെയ്യാൻ പോകുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വാഹനത്തിൻ്റെ A to Z നമുക്ക് മാക്സിമം കഴിയാവുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വാഹനം എടുക്കാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനും കാണാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതിൻ്റെ ബേസിക് ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഇത് 2021 മോഡൽ എക്സെറ്റ് എന്നാണ് വേരിയൻ്റ്. അതായത് ഇതിൻ്റെ ടോപ്പ് വേരിയൻ്റാണ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പിൽ വെറും 25,000 കിലോമീറ്റേഴ്സ് ഓടിയിട്ടുള്ളൂ. ഇതൊരു പ്രീമിയം ഹാച്ച് ബാക്ക് സെഗ്മെൻറ്റിൽ വരുന്ന വാഹനമാണ്. നമ്മളെ ബലേനോ പോലെ അല്ലെങ്കിൽ i20, ജാസ്, ഹോണ്ടൻ്റെ ജാസ് ആ സെഗ്മെൻറ്റിൽ ടാറ്റ പുറത്തിറക്കിയ വാഹനമാണ്. ഹാഷ് ബാക്ക് ആണ്, പക്ഷേ പ്രീമിയം ഹാഷ് ബാക്ക്. അതിൽ കുറച്ച് പ്രീമിയം ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇൻറ്റീരിയർ ഭാഗത്തേക്ക് പോവാം. ഇതിന് ഇൻറ്റീരിയർ സൈഡിലേക്ക് വരാണെങ്കിൽ ഇതാണ് ഇതിന് കീ വരുന്നത്. ഇതൊരു റിസ്റ്റ് ബാൻഡ് അല്ലെങ്കിൽ ഒരു വാച്ച് പോലെയൊക്കെ ഉണ്ടാവും. ഇത് കൂടാണ്ട് തന്നെ നമുക്ക് സെൻട്രൽ ലോക്ക് വരുന്നൊരു കീ ഉണ്ടാവും, പിന്നെ നോർമൽ കീ ഉണ്ടാവും. നമ്മളതിൽ ഈ 3 കീസും അവൈലബിൾ ആണ്. ഇത് കയ്യിലോ അല്ലെങ്കിൽ നമ്മൾ പോക്കറ്റിലോ വാഹനത്തിലൊക്കെ ഉണ്ടായാൽ മതി കീ വരുന്നത്. അല്ലാണ്ട് നോർമലി കീ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടുതൽ ഇൻറ്റീരിയർ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഇതിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം നോക്കുകയാണെങ്കിൽ 7-inch ഹർമൻ്റെ ഒരു ടച്ച് സ്ക്രീനാണ് വരുന്നത്. ഇതിൽ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ സപ്പോർട്ട് ചെയ്യുന്ന വേരിയൻ്റ് ആണ് വരുന്നത്. ഏറ്റവും ടോപ്പ് വേരിയൻ്റ് ആയതുകൊണ്ട്. പിന്നെ ഇതിൻ്റെ സ്റ്റെയറിംഗിൽ എല്ലാ കൺട്രോൾസും വരുന്നുണ്ട്. അത് കൂടാണ്ട് ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട്. പിന്നെ സീറ്റിൻ്റെ സൈഡിലേക്ക് വരാണെങ്കിൽ കൂടാതെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ ഉള്ളിൽ ഒരു ഡിസ്പ്ലേ ആണ്. ഇത് ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ്. ഇതിൽ നമ്മൾ RPM മീറ്ററും വണ്ടിൻ്റെ വീലിൻ്റെ അലൈൻമെൻറ്റൊക്കെ കാണിക്കുന്നതാണ്. വീല് നേരൊക്കെ ആക്കിയപ്പോൾ അവിടെ ഓക്കെ ആയി. പിന്നെ ഇത് നോർമലി ഡിജിറ്റൽ തന്നെയാണ്, ഡിജിറ്റൽ അല്ല അനലോഗ് തന്നെയാണ് വരുന്നത്. പിന്നെ ഇതിന് സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ട്. ഇത് ഹൈറ്റുള്ള ആളുകൾക്കും അവരെ കംഫർട്ടിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സീറ്റ് ഹൈറ്റ് കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇതിന് സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. പിന്നെ ഇത് 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ് വരുന്നത്. 1200 cc പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഇവിടെ ഒരു ആംബിയൻ ലൈറ്റ് ഉണ്ട്. ലൈറ്റ് ഓൺ ആക്കുമ്പോൾ നമുക്ക് കാണാം. പിന്നെ ഇവിടെ അൾട്രോസിൻ്റെ ബാഡ്ജിങ് ഉണ്ട്. പിന്നെ ഇത് ഏറ്റവും ടോപ്പ് വേരിയൻ്റ് ആയതുകൊണ്ട് ഇവിടെയൊക്കെ ഒരു ക്രോം എലമെൻറ്റ്സ് ഉണ്ട് ഇവിടെയും. പിന്നെ ഫിനിഷിംഗ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമ്മളൊക്കെ ആ സമയത്ത് ഈ ബഡ്ജറ്റിൽ കിട്ടാവുന്നതിലുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. കാരണം ക്രൂസ് കൺട്രോളൊന്നും ഇതൊക്കെ ലെതറാണ് വരുന്നത്. ക്രൂസ് കൺട്രോളൊന്നും നമ്മൾ ഈ സെഗ്മെൻറ്റിലുള്ള അധികം വാഹനങ്ങൾ കണ്ടിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇൻറ്റീരിയറിൻ്റെ ഏകദേശ ഡീറ്റെയിൽസ് ഒക്കെ. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC ഉണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ എക്സ്റ്റീരിയറിൽ കുറച്ചും കൂടി കാര്യങ്ങളുണ്ട്. ഇതിന് റിയർ AC വെൻസ് ഉണ്ട്. അങ്ങനത്തെ കുറച്ച് ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. പിന്നെ ഇതിന് അന്ന് ഇറങ്ങുന്ന സമയത്ത് ഇപ്പോൾ ഡുവൽ എയർ ബാഗാണുള്ളത്. പിന്നെ വരുന്ന വേരിയൻറ്റിലേക്ക് പിന്നെ 6 എയർ ബാഗൊക്കെ അയക്കണം. ഇതിൻ്റെ എക്സ്റ്റീരിയർ പാർട്സ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് വരുന്നത് പ്രൊജക്ടർ ടൈപ്പ് ലൈറ്റാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ DRL ഇവിടെയാണ് വരുന്നത്. പിന്നെ ഇവിടെ ഒരു ക്രോം എലമെൻ്റ് ഒക്കെ ഉണ്ട്. പിന്നെ ഈ മിറർ ഇൻഡിക്കേറ്റർ, അതിൻ്റെ മേലെ ഒരു ക്രോം എലമെൻ്റ് ഉണ്ട്. ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. സേഫ്റ്റി പ്രിഫർ ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ല ചോയ്സാണ് ഈ അൾട്രോസ് എന്ന് പറഞ്ഞ വാഹനം. കാരണം ഇതിൽ ഗ്ലോബൽ എൻക്യാപ്പിൽ 5 സ്റ്റാർ റേറ്റിംഗ് ഉണ്ട് ഇതിൻ്റെ ക്രാഷ് ടെസ്റ്റിൽ. പിന്നെ ഇതിൻ്റെ ബ്രേക്കിങ്ങിൽ ABS EBD ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഈ സെഗ്മെൻറ്റിൽ അധികം കാണാത്തതാണ് 16 ഇഞ്ചാണ് ഇതിൻ്റെ ടോപ്പ് വേരിയൻറ്റിൽ ഈ വാഹനത്തിന് വരുന്നത്. ടയർ സൈസ് ഉണ്ട് 16 ഇഞ്ചിൽ. ഇതിൽ അലോയ്സ് വരുന്നുണ്ട്. പിന്നെ ബാക്ക് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ടൈൽ ലാമ്പ് പിന്നെ റിവേഴ്സ് വൈപ്പർ വരുന്നുണ്ട്. ടോപ്പ് എൻഡ് ആയിരുന്നത് ഇത് എക്സെറ്റ് പ്ലസ് എന്ന് പറഞ്ഞ വേരിയൻ്റാണ്. പിന്നെ ഇവിടെ ഒരു അൾട്രോസിൻ്റെ ബാഡ്ജിങ്ങും ബാക്കിൽ ക്യാമറയും വരുന്നുണ്ട്. പിന്നെ താഴെ കുറേ എലമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ ബേസിക്കലി നമ്മൾ ന്യൂ കാർ അല്ല, ഇത് യൂസ്ഡ് കാറാണ്. അപ്പോൾ ഇതിൻ്റെ പ്രസൻറ്റ് കണ്ടീഷൻ കാണിച്ചു തരാണെങ്കിൽ ഇവിടെ ഒന്നും സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല. വണ്ടി ഇപ്പോഴും ടോപ്പ് കണ്ടീഷനിലാണുള്ളത്. പിന്നെ ഇതിൻ്റെ എഞ്ചിൻ റൂം ഒന്ന് കാണിച്ചു തരാം. ഇത് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ട് ഉപയോഗിച്ച വണ്ടി ആയതുകൊണ്ടാണ് ഇതിൻ്റെ എഞ്ചിൻ റൂമൊക്കെ എത്ര വൃത്തി. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും കൂടി പറയാം. 2021 മോഡൽ എക്സെറ്റ് പ്ലസ് മാനുവൽ സിംഗിൾ ഓണർഷിപ്പിൽ 25,000 കിലോമീറ്റർ ഓടിയ വാഹനമാണ്. അപ്പോൾ ഇത് വാങ്ങുന്ന ആളുകൾക്കൊക്കെ ഏറ്റവും കൂടുതൽ സംശയമുള്ളത് ഇതിന് ഫൈനാൻസ് ഡീറ്റെയിൽസ് ഒക്കെ ആണ്. അപ്പോൾ ഇതിന് പ്രൈസ് നമ്മൾ ചോദിക്കുന്ന വില 6,35,000 ആണ്. 6,35,000 നമുക്ക് നല്ല കസ്റ്റമർക്ക് ആണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 6 lakh വരെ ഫൈനാൻസ് ചെയ്യാൻ പറ്റും. ചില കസ്റ്റമേഴ്സിന് സിവിൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മിനിമം ഒരു 1 lakh ഒക്കെ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ വാഹനം പുറത്തിറക്കാം. അപ്പോൾ നമുക്ക് നമ്മളെ നാട്ടിൽ അവൈലബിൾ ആയ ഒരു ഇതെല്ലാ ബാങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ലോൺ ചെയ്യാം. ഇത് 2021 ആയത് കാരണം തന്നെ മാക്സിമം 5 years വരെ ഫൈനാൻസ് കിട്ടും. ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ പല ആളുകളും ചോദിക്കലുണ്ട്. അപ്പോൾ അറൗണ്ട് ഒരു 8% താഴെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻട്രസ്റ്റ് വരുള്ളൂ. അത് ബാങ്കാണ്, നമ്മളതിൽ റോളൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയുകയാണെങ്കിൽ നമ്മളെ കോൺടാക്ട് നമ്പർ ഉണ്ട്. പിന്നെ ഇതുപോലെ നമ്മൾ ഇനിയും വീഡിയോസ് ചെയ്യും. ഇൻഡിവിജ്വലായിട്ട് ഓരോ വാഹനം എടുത്തിട്ട്
നമുക്ക് ആ വണ്ടീൻ്റെ പ്രസൻറ്റ് കണ്ടീഷനും പിന്നെ അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ വെച്ചിട്ട് നമ്മളൊരു ലുക്ക് അറൗണ്ട് വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കവർ ചെയ്യും. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനും വാഹനങ്ങൾക്കൊക്കെ നമ്മളെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ പേജ് ഉണ്ട്. നമ്മുടെ ഷോറൂമിൻ്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് മിനി ബൈപ്പാസ് മാങ്കാവിലാണ്. അപ്പോൾ നമ്മൾ ഈ ഫ്ലഡ് അഫക്റ്റഡ്, ടോട്ടൽ ലോസ്, മേജർ ആക്സിഡൻ്റ് ആയ വാഹനങ്ങളൊന്നും ചെയ്യുന്നില്ല. അതൊക്കെ നമുക്ക് ഗ്യാരണ്ടിയാണ്. പിന്നെ നമ്മളെ ഭാഗത്തു നിന്നുള്ള ഗ്യാരണ്ടി ഉണ്ട് വാഹനങ്ങൾക്കൊക്കെ. നമ്മൾ ഗവൺമെൻറ് ഓതറൈസ്ഡ് ഷോറൂമാണ്. അപ്പോൾ ഇതുപോലുള്ള വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് മീ മുഫീദ് സൈനിങ് ഓഫ്.